നേരം വൈകി, അല്ല ഒത്തിരി വൈകിപ്പോയി, സമയം കഴിഞ്ഞു പോയി. ആ നല്ല സമയം, എന്തെങ്കിലുമൊക്കെ ആകുവാൻ കഴിയുന്ന, ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമൊക്കെ നേടുവാൻ കഴിയുന്ന ആ സമയം അന്നായിരുന്നുവെങ്കിൽ അതിന് സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സാധ്യതയില്ല. ഇനി വെറുതെ പകൽക്കിനാവ് കണ്ട് നാളുകൾ തള്ളി നീക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് ആ സമയത്ത്, ആ നല്ല നേരത്ത് നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് മറ്റുള്ളവർ പ്രാപിച്ചെടുക്കുന്നത് കാണുമ്പോൾ നൊമ്പരത്തോടെ അല്ലെങ്കിൽ മനുഷ്യ സഹജമായ അസൂയയോടെ അങ്ങനെ കാലം പോക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നേരം വൈകിട്ടില്ല, സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഈ കഴിഞ്ഞ രാത്രിയിലെ പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ചില ദിവസങ്ങളായി ഞാൻ കേൾക്കുന്ന ഒത്തിരി പേരുടെ വാക്കുകൾ കൂർത്തുമൂർത്ത ചോദ്യശരമായി എൻ്റെ ഉള്ളിൽ തളച്ചിരുന്നത് പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാനതിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ചോർത്ത്, പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത സമയത്തെക്കുറിച്ചോർത്ത്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ചോർത്ത്, നല്ല സമയം പോയി എന്ന് ചിന്തിച്ചായിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ തന്നെ. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പ്രാരംഭമായി പറഞ്ഞു. അതേക്കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി ധ്യാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന് ശരണപ്പെടുന്നു. അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല, സങ്കടപ്പെടാനോ അസൂയപ്പെടാനോ സമയമായിട്ടില്ല. പോകാം ആ ആലോചനയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ, നോക്കൂ, ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വൈകുന്നേരം ആയപ്പോൾ. വീണ്ടും ആ സമയത്തിനൊരു എക്സ്പ്ലനേഷൻ ആ വാക്യത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. നേരവും വൈകി. ഞാനീ പറയുവാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ആലോചനയുമായിട്ട് ഈ രണ്ട് വാക്കുകൾ, ഈ വാക്യം എങ്ങനെ കണക്റ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ, ഈ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. കർത്താവായ യേശുക്രിസ്തു ഒരു വിജന പ്രദേശത്ത് മാറിയിരിക്കുന്നു. അവിടെ ഒരു വലിയ കൂട്ടം കടന്നു വരുന്നു. നിരന്തരമായ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ദൈവിക ആലോചനകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ചിലർ പരിഹസിച്ച് പറയാറുണ്ട്, ഒരു കുറവുമില്ലല്ലോ എന്ന്. രാവിലെ മെസ്സേജാണ്, ലൈവുണ്ട്, രാത്രി ലൈവുണ്ട്, പിന്നെ ഇതുപോലെ പ്രഭാതമന്നെയുണ്ട്, ചർച്ചിലെ മീറ്റിങ്ങുകളുണ്ട്, എന്തോന്നിടെ ഇതൊക്കെ എന്ന് ചോദിക്കുന്നു. അവർ കളിയാക്കി ചോദിക്കുന്നത്, നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, വചനം എത്രത്തോളം നിങ്ങൾ കേൾക്കുമോ അത്രത്തോളം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. എത്രത്തോളം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ പ്രാപിക്കും. വലിയ വിശ്വാസം വലിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിത്തരും. അതുകൊണ്ട് എത്രത്തോളം ദൈവവചനത്തിനൊപ്പം ആയിരിക്കുവാൻ കഴിയുമോ അത്രത്തോളം ദൈവവചനത്തിനൊപ്പം ആയിരിക്കുക. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ കളിയാക്കാനും ബോഡി ഷെയ്മിങ് നടത്തുവാനും വചനം കേട്ടിട്ട് കാര്യമില്ല. ആമേൻ. അങ്ങനെയല്ല വചനം കേൾക്കുവാനുള്ളത്. ഈ വചനം എഴുതപ്പെട്ടത് ആശ്വാസത്തിനും വിടുതലിനും, അതെ, നിത്യജീവനും വേണ്ടിയാണ്. ഈ അടിസ്ഥാനത്തിൽ വചനം കേൾക്കണം. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ആശ്വാസവും ഉറപ്പും ബലവും ഉണ്ടാകണം, അല്ലെങ്കിൽ സൗഖ്യമുണ്ടാകണം, നിങ്ങളുടെ അവസ്ഥകൾ മാറണം. അതുമല്ലെങ്കിൽ നിങ്ങൾ നിത്യജീവനെ പ്രാപിക്കണം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ളത്. അല്ലാതെ ബാക്കി വിടാം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നോക്കൂ, അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ഒരു വലിയ കൂട്ടം ഇരിക്കുന്നു. നിരന്തരമായി വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. കേട്ട് എത്ര സമയം അവർ ഇരുന്നു എന്നറിയാൻ കഴിയാത്ത വിധത്തിൽ ഏകദേശം 3 ദിവസം അവർ ദൈവസന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലായിരിക്കുന്നു. അത് കഴിഞ്ഞ് അവർ പോകുവാനായിട്ട് എഴുന്നേറ്റു. ആ എഴുന്നേറ്റ് പോകുമ്പോൾ കർത്താവിന് അവരോട് മനസ്സലിവുണ്ടായി. അതെ, നീ ദൈവസന്നിധിയിൽ സമയം ചിലവഴിച്ചാൽ കർത്താവിന് നിന്നോട് മനസ്സലിവുണ്ടാകും. നീ നിൻ്റെ കൂട്ടുകാരോടൊപ്പം അധികം സമയം ചിലവഴിച്ചാൽ അവർക്ക് ബോറടി ഉണ്ടാകും, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ അധികം ചിലവഴിച്ചാൽ ഉള്ള സ്നേഹം നഷ്ടപ്പെടും. നിങ്ങളുടെ കൂട്ടുകാരോടോ, മക്കളെ, നിങ്ങളുടെ കൂട്ടുകാരോടോ ദേശത്തുള്ള ബന്ധുക്കളോടോ അധിക സമയം കൂട്ടുകൂടിയാൽ നിങ്ങളുടെ ഭാവി നശിക്കും, നാട്ടുകാർക്ക് നിങ്ങൾ തലവേദനയുമാകും. സഹോദരി, അധികം അപ്പുറത്തും ഇപ്പുറത്തും പോയിരുന്ന സമയം കളഞ്ഞാൽ നിൻ്റെ വീടൊരു യുദ്ധക്കളമായി മാറും. അപ്പോൾ
ഈ ലോകത്തിൽ നിങ്ങൾ സമയം ചിലവഴിക്കുന്ന, ഇനി മനുഷ്യരുടെ അടുക്കൽ മാത്രമല്ല, ടെലിവിഷൻ പ്രോഗ്രാമുകൾക്ക് മുമ്പിൽ, സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങൾ പല നില എൻ്റർടൈൻമെൻറ്റുകൾക്ക് വേണ്ടി സമയം ചിലവഴിക്കും. അതിൻ്റെ റിസൾട്ട് എന്താണ്? നിങ്ങളൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കി. എന്നാൽ യേശുവിനോടൊപ്പം സമയം ചിലവഴിച്ചാൽ യേശുവിന് മനസ്സലിയും. താങ്ക് യു ലോർഡ്. എന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാക്യം ഇതാണ്: ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിശ്ചയമായി നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ചോദിക്കുന്നതല്ല, നിങ്ങൾ ചിന്തിക്കുന്നതല്ല, അതിനപ്പുറമായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ചിന്തകൾക്കും അപ്പുറമായി, സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, നിൻ്റെ അവസ്ഥയിൽ മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. അതേ മാതാവേ, മക്കളെക്കുറിച്ച് ഓർത്ത് കരയുന്ന, നിൻ്റെ അവസ്ഥയിൽ കുറ്റം പറയുന്ന ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്. എന്തിന്? അവരെ ജനിപ്പിച്ച അവരുടെ അപ്പൻ പോലും, അതെ നിൻ്റെ ഭർത്താവ് തന്നെ നിന്നെ കുറ്റം പറയുക. ബന്ധുക്കളും ചാർച്ചക്കാരുമാണെങ്കിൽ പറയുകയും വേണ്ട. പക്ഷേ നിൻ്റെ അവസ്ഥയിൽ മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. നിൻ്റെ തലമുറകളുടെ അവസ്ഥ മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. വൈകിപ്പോയിട്ടില്ല പാസ്റ്റർ. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ മധ്യത്തിൽ അങ്ങ് ആണ്ടുപോയി, കൂട്ടുകെട്ടുകളിൽ പിടിക്കപ്പെട്ടു പോയി. നോ, ഏതാഴത്തിൽ അവരായിരുന്നാലും, എത്രമാത്രം അവർ മധ്യത്തിൽ മുങ്ങിപ്പോയാലും അവിടെ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഷബാറി തലമാശകനും പാസ്റ്റർ. നേരത്തെ ആയിരുന്നെങ്കിൽ അവസരമുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ്. പക്ഷേ ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി, അവൻ പൂർണ്ണമായിട്ട് മാറി. നോ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അവൻ നിൻ്റെ ഭർത്താവായി തന്നെ തുടരും, നീ അവൻ്റെ ഭാര്യയായിട്ട് തന്നെ തുടരും. ഇനിയും അടിയുണ്ടാക്കാൻ നിൽക്കാതിരുന്നാൽ മതി. തിരിച്ചറിയുന്നവർക്കായി ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. നഷ്ടപ്പെട്ടു പോകുവാൻ, പൊളിഞ്ഞു പോകുവാൻ, തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു സന്തോഷത്തോടെ പറയട്ടെ, തകർന്നു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം, അതേ നമ്മുടെ ദൈവം അനുവദിക്കത്തേയില്ല. നോക്കൂ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കലായിരിക്കുന്ന ജനം മടങ്ങിപ്പോകുവാൻ സമയം യേശുവിന് മനസ്സലിഞ്ഞു. അവർ പോകുന്ന വഴിയിൽ തളർന്നു പോയേക്കാം. വിശപ്പ് അവർക്കുണ്ടെന്ന് അവർക്ക് മുമ്പേ യേശു പറഞ്ഞു. നിൻ്റെ ആവശ്യം എന്തെന്ന് യേശു നിനക്ക് മുമ്പേ അറിയുന്നുണ്ട് കേട്ടോ. മക്കളെ, നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ സ്വപ്നം എന്താണ്, അത് അറിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട്. ആ കർത്താവിനൊപ്പം ഏറ്റവും ചേർന്ന് നിൽക്കുക. ശുശ്രൂഷക, ആർക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്നെ മനസ്സിലാകുന്ന ഒരു കർത്താവുണ്ട്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പീൻ, അവരെത്തേണ്ട സ്ഥാനത്ത് എത്തണം. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ എവിടെ എത്തണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടാകാം. ലോകം ആ ആഗ്രഹത്തെക്കുറിച്ച് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരിക്കുന്നില്ലായിരിക്കാം. അതല്ലേ വാക്ക്? അങ്ങനെ തന്നെ. അവർക്കതൊന്നൊരു വിഷയമല്ല. അവർക്ക് മുന്നേറണം, നീ അവർക്കൊരു വിഷയമേ അല്ല. പലപ്പോഴും നീ പറയും ഞാനാണ് അവർക്കല്ല. നോ, അമേൻ. ഇവർ വീട്ടിൽ പോയി എത്തണം എന്നുള്ളത് ശിഷ്യന്മാരുടെ കൺസേൺ അല്ല. ശിഷ്യന്മാരുടെ കൺസേൺ ഇവരെ എത്രയും വേഗം അവിടെ നിന്ന് അയക്കുക, അവർക്കൊരു ബാധ്യതയായി തീരുന്നത്. പലരുടെ അടുക്കൽ നീ സഹായത്തിനായി ചൊല്ലുമ്പോൾ, നിൻ്റെ ജീവിതത്തിലൊരു മാറ്റം അവരിലൂടെ ഉണ്ടാകുമെന്ന് നീ കരുതുമ്പോൾ, അവർ ചിന്തിക്കുന്നത് നിന്നെ എത്രയും വേഗം പറഞ്ഞു വിട്ട് അവർക്കൊന്ന് ഫ്രീ ആയിരിക്കണം. അങ്ങനെ പറഞ്ഞു വിടാൻ വെമ്പൽ കൊള്ളുന്നവരുടെ മധ്യത്തിൽ നീ ലജ്ജിച്ച് തലകുനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ശിഷ്യന്മാർ എന്ന് പറയുവാനുള്ള കാരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നേരം വൈകിപ്പോയി. നേരത്തെ ആയിരുന്നെങ്കിൽ അടുത്തുള്ള ഊരുകളിൽ പോയി ഭക്ഷണം ശേഖരിച്ചവർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ സാധ്യതയില്ല. വൈകുന്നേരമായി. ഇന്നത്തെ പോലെ നൈറ്റ് ട്രൈബും നൈറ്റ് ലൈഫും ഒന്നും ഉള്ള കാലമല്ലല്ലോ. അങ്ങനെ നൈറ്റ് ലൈഫ് വേണം കേട്ടോ നമുക്ക്. പക്ഷെ അത് നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ കനകക്കുന്നിലൊക്കെ നൈറ്റ് ലൈഫിന് പോകുന്നവരുണ്ട്. നല്ലതാണ്. പക്ഷെ ഒരു ഭക്തൻ്റെ നൈറ്റ് ലൈഫ് പ്രാർത്ഥനാ മുറിക്കകത്തായിരിക്കണം. അത് അതിലും നല്ലതാണ്. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. നൈറ്റ് ലൈഫിനൊക്കെ പോകാം, കനകക്കുന്നിലോ മ്യൂസിയത്തോ എവിടെയും പോകാം, നല്ലതാണ്. പക്ഷെ അതിലും നല്ലത് പ്രാർത്ഥനാ മുറിക്കകത്തൊരു നൈറ്റ് ലൈഫ് നിനക്കുണ്ടാകുന്നതാണ്. ഷബാറി തലമാശകൻ. അങ്ങനെയെങ്കിൽ അഭിമാനത്തോടെ നീ തല നിവർത്തി നിൽക്കുന്ന പകൽ ലൈഫ് നിനക്കെൻ്റെ ദൈവം തരും. പല നൈറ്റ് ലൈഫും പിറ്റെന്ന് അപമാനത്തോടെ തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, പകലായിരുന്നെങ്കിൽ വല്ലതും നടക്കുമായിരുന്നു. രാത്രിയായി, നേരം വൈകിപ്പോയി, സമയം കഴിഞ്ഞു, നല്ല സമയം കഴിഞ്ഞു. ഇനി ഞാൻ എവിടെ പോയി കഷ്ടപ്പെടാൻ? ഇനി എനിക്ക് ആര് ജോലി തരാനാ? നിനക്ക് ജോലി തരും. യെസ്, താങ്ക് യു ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് ആ വഴി തുറന്നു തരികയാണ്. ഉഷബാറി തലമാശകൻ. ഇനിയും സമ്പാദിക്കുവാൻ, ഇനിയും നിനക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് വഴികളെ തുറന്ന് നിന്നെ മാനിക്കുവാൻ പോവുക. റാത്തലമാശകനെ. അവൻ സത്യമായും കർത്താവ് തരും. അവൻ സഹോദരി ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. അന്നൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ സൗന്ദര്യം കൊണ്ട് ഞാൻ ചേട്ടനെ ചേർത്ത് നിർത്തിയേനെ. നോ, സൗന്ദര്യമൊക്കെ മാറിപ്പോകും.
ആ പഴയ ചുറുചുറുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ കർത്താവ് ചേർത്ത് വെച്ചത് പൊളിഞ്ഞു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്ക്. സമയം കഴിഞ്ഞു പോയിട്ടില്ല, വൈകിപ്പോയിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ വൈകിപ്പോയിട്ടില്ല. ആ രോഗം ഡോക്ടർമാർ പറയുന്നു വൈകിപ്പോയി, പക്ഷേ യേശു പറയുന്നു നോ, വൈകിപ്പോയിട്ടില്ല, ഇതാണ് സമയം. അയ്യോ പാസ്റ്റർ എന്താ പറയുന്നേ? എന്നിട്ട് ചോദിക്കേ, മാർത്ത മറിയമാരോട് ചോദിക്കേ. അവർ പറയും വൈകിപ്പോയിന്ന് ലോകം മൊത്തം പറഞ്ഞതാ. എത്ര ദിവസം വൈകി? 4 ദിവസം. ചത്തതിന് ശേഷം 4 ദിവസം വൈകിയെന്ന്. പക്ഷേ യേശു പറയുന്നു വൈകിപ്പോയിട്ടില്ല. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. വൈകിപ്പോയിട്ടില്ല. നിനക്ക് സാധ്യതകളുണ്ട്, നിനക്ക് അവസരങ്ങളുണ്ട്. യേശുവിനൊപ്പം റെഡിയാണോ? എങ്ങനെയെന്നോ? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. അതെ, ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടത് ഇനി പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രേഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഞാനീ പറഞ്ഞതുപോലെ നിരന്തരമായി ദൈവവചനത്തിനൊപ്പമായിരിക്കുവാനുള്ള അവസരം രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാം, വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജയാണ് ലീഡ് ചെയ്യുന്ന ബ്ലെസ്സിംഗ് ആണ്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾ, ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ് ബ്ലെസ്സിങ്ങായി നടക്കുന്നു. നിങ്ങൾക്ക് കടന്നു വരുന്നവർക്ക് കടന്നു വരാം, അത് ഭയങ്കര അനുഗ്രഹമാണ്. വെള്ളിയാഴ്ച ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. കടന്നു വരുവാൻ കഴിയാത്തവർക്ക് ലൈവിൽ ജോയിൻ ചെയ്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയുടെ പ്രാർത്ഥന, അതിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. എവിടെയെന്നോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാക്കാമൂല, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണിക്ക് 2ാമത്തെ സെക്ഷനിൽ മീറ്റിംഗ് ഉണ്ട്. കൂടുതൽ അറിയുവാൻ കോൺടാക്ട് ചെയ്തോ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവം, ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവർക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണമേ. ഇനിയില്ല, ഇനി നടക്കത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ നീക്കുപോക്കുകളെ സ്വർഗ്ഗമങ്ങ് നൽകി മാനിക്കണമേ. അങ്ങ് ഇവരെ മാനിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ. ജോലിയില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയുണ്ടാകട്ടെ. ഇവർ തന്നെ ജോലി ചെയ്ത് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. മക്കൾ മാനസാന്തരപ്പെടട്ടെ. അവർ പെട്ടുപോയ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തിരികെ വരട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. ബാധ്യതകളിൽ നിന്ന് പുറത്തു വരട്ടെ. ബാങ്ക് നടപടികളിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അങ്ങ് വഴികളെ തുറക്കണമേ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന, ഇനി പഠനം മുൻപോട്ട് പോകത്തില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന മക്കൾ, കുടുംബം, സ്വർഗ്ഗം കരങ്ങളിൽ വേണ്ടത് നൽകി അങ്ങ് മാനിക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വാഗ്ദത്ത നിവർത്തി വെളിപ്പെടട്ടെ. ഭവനങ്ങൾ പണിയപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾക്ക് അറുതിയുണ്ടാകട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ്, ഇനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നിവർ കേട്ട് സങ്കടപ്പെട്ടായിരിക്കുന്ന ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സ്വർഗ്ഗം ഇവരെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കണമേ. അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാ ഡിപ്രഷനുകളും മാറിപ്പോകട്ടെ. എല്ലാ ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കും. വലിയ സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കും. OET, IELTS, MOH, DH എക്സാമുകൾ എഴുതുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ സ്വർഗ്ഗം അവരോട് കൂടിയിരിക്കണമേ. PRകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ, പ്രതികൂലങ്ങളെ മാറ്റി സ്വർഗ്ഗം പുതിയ അനുഭവങ്ങളെ ഒരുക്കണമേ. കർത്താവേ, അങ്ങ് കൂടിരുന്ന് പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശം തരുമ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.